ആക്രമണം അവസാനിപ്പിക്കുമോ? നിലപാട് പ്രഖ്യാപിച്ച് യമനിലെ ഹൂതികൾ. ആക്രമണം തുടരുമെന്ന് തന്നെയാണ് ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ പറയുന്നത്. ഗാസയിൽ വെടിനിർത്തൽ കരാർ ഉണ്ടാകുന്നതുവരെ ഹൂതികൾ ഇസ്രയേലിനെതിരെ ആക്രമണം തുടരും. ഹൂതികളുടെ പ്രഖ്യാപനം വന്നതോടെ ഇസ്രയേൽ പ്രകോപിതരാണ്. ചെങ്കടലിലും രാജ്യത്തിനകത്തും വലിയ തലവേദനയാണ് ഇസ്രയേലിന് ഹൂതികൾ നൽകുന്നത്. ഇതിൽ കലിതുള്ളിയ ഇസ്രയേൽ ഹൂതി സേനയ്ക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇതേ തുടർന്ന് ഇസ്രയേലും ഹൂതി സേനയും തമ്മിലുള്ള സംഘർഷാവസ്ഥ രൂക്ഷമായിരിക്കുകയാണ്. ഒരു വർഷത്തിലേറെയായി പലസ്തീനിലെ ഗാസയിൽ ഇസ്രയേൽ യുദ്ധം ചെയ്യുന്നു. ഈ യുദ്ധത്തെ ഇറാൻ ശക്തമായി എതിർക്കുന്നുണ്ട്. ഇറാൻ തങ്ങളുടെ സായുധ സംഘങ്ങളെ ഉപയോഗിച്ചാണ് ഇസ്രയേലിനെ ആക്രമിച്ചത്. അതുവഴി ലെബനനിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തു. ഇതിന് പ്രതികാരമായി ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് ഇസ്രയേൽ വധിച്ചു. ഇതിന് പിന്നാലെ മറ്റൊരു ഹമാസ് തലവനായ സിൻവർ പിന്നീട് ഗാസയിൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. എന്നാൽ ഇസ്രയേലിനെതിരെ അതിശക്തമായ പോരാട്ടവുമായി ഇറാൻ മുന്നോട്ട് പോകുകയാണ്. ഇപ്പോൾ ഇറാൻ തങ്ങളുടെ പിന്തുണയുള്ള ഹൂതികളെ ഇസ്രയേലിനെതിരെ വിന്യസിക്കുകയാണ്. യമൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൂതികൾ ഇസ്രയേലിലേക്ക് വരുന്ന കപ്പലുകൾക്കും ഇസ്രയേലിന്റെ കപ്പലുകൾക്കും നേരെ ചെങ്കടലിൽ ആക്രമണം നടത്തുന്നുണ്ട്. ഇതിനു പുറമെ ഹൂതികൾ ഇസ്രയേലിനെതിരെ റോക്കറ്റ് ആക്രമണവും നടത്തിയിട്ടുണ്ട്. 3 ദിവസം മുമ്പാണ് ഹൂതികൾ റോക്കറ്റ് ആക്രമണം നടത്തിയത്. ഇസ്രയേൽ തലസ്ഥാനമായ ടെല്ലവീവിന് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത്. ഇതിൽ 16ഓളം പേർക്ക് പരിക്കേറ്റു. ഇതിനെ തുടർന്ന് ഹൂതികളോട് ഇസ്രയേൽ കടുത്ത അമർഷത്തിലാണ്. ഈ സാഹചര്യത്തിലാണ് ഹൂതി സായുധ സംഘത്തിന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് ശക്തമായ മുന്നറിയിപ്പ് നൽകിയത്. ഇപ്പോൾ ഹൂതി ഭീകര സംഘടന ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തുകയാണ്. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും പ്രതിരോധ സംവിധാനങ്ങളെയും പ്രതിരോധ മേഖലയിലെ ഉൽപാദന സംവിധാനങ്ങളെയും തകർത്തു കഴിഞ്ഞു. സിറിയയിൽ പ്രസിഡന്റ് അസദിന്റെ ഭരണം അട്ടിമറിക്കുകയും ചെയ്തു. തിന്മ ഉണ്ടാക്കുന്ന ദുഷ്ടശക്തികൾക്കെതിരെ നാം കനത്ത പ്രഹരമേൽപ്പിച്ചു. യമനിലെ ഹൂതികളുമായും തങ്ങൾ ഏറ്റുമുട്ടുമെന്നും ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും പിന്നാലെയാണ് ഹൂതി അവസാനമായി വരുന്നതെന്നും നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുന്നവരെ തലയറുത്ത് കൊല്ലുമെന്നും ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് ഗാസ നേതാവ് ഇസ്മയിൽ ഹനിയെയും ഗാസയിലെ സിൻവറിനെയും ലെബനനിൽ ഹിസ്ബുള്ള നേതാവ് നസ്രല്ലയെയും കൊന്നതുപോലെ ഹൂതികളെയും ഞങ്ങൾ ഇല്ലാതാക്കുമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് പറഞ്ഞു. ഇറാന്റെ പുതിയ പ്രധാനമന്ത്രിയുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ഇസ്രയേൽ മൊസാദ് ചാര ഏജൻസി അദ്ദേഹത്തെ വധിച്ചതായാണ് റിപ്പോർട്ട്. എന്നാൽ ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് വിശദീകരണം ഒന്നും ഉണ്ടായില്ല. എന്നാൽ ആദ്യമായി ഇസ്മയിൽ ഹനിയെ കൊന്നതായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് സമ്മതിക്കുകയും ഹൂതികൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു.